പ്രിയപ്പെട്ടവരെ, ആരഭി സംഗീത അക്കാദമിയുടെ 25ാം വാർഷികം 27, 28 തീയതികളിൽ, അതായത് നാളെ വിശ്വദീപ്തി സീനിയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വച്ച് നടക്കുകയാണ്. 2000-ലാണ് ആരഭി സംഗീത അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ കാട്ടാക്കടയിൽ ഇങ്ങനെ ഒരു കലാപരിശീലന കേന്ദ്രങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതം പ്രഥമമായി ആരംഭിച്ചതാണ് ആരഭി സംഗീത അക്കാദമി. എല്ലാ കലകളും, തുടക്കത്തിൽ നമ്മൾ കുറച്ച് കലകൾക്ക് മാത്രമേ പരിശീലനം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പാശ്ചാത്യവും പൗരസ്ത്യവും പരമ്പരാഗതവുമായ എല്ലാ കലകളും അഭ്യസിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി ഈ 25 വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വളർന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള പ്രാദേശിക മേഖലകളിൽ നിന്ന് മാത്രമല്ല, ആ കാലം മുതൽ ഈ കാലം വരെ അമ്പൂരി പോലുള്ള മലയോര പ്രദേശങ്ങൾ, കോട്ടൂര്, അങ്ങനെ ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നല്ലാതെ തന്നെ കുറച്ച് ദൂരെയുള്ള ഇതുപോലെയുള്ള ഏരിയകളിലുള്ള പ്രതിഭകളായ കുട്ടികൾക്ക് ഇത്തരം കലകൾ പരിശീലിക്കാനുള്ളൊരു സ്ഥാപനങ്ങൾ അധികം തന്നെ അക്കാലത്തുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെങ്കിലും ഇന്നും ഇങ്ങനെ ഇത്തിരി ദൂരയിൽ നിന്നുമൊക്കെ ഒത്തിരി കുട്ടികൾ ഇവിടെ അഭ്യസിച്ചിട്ടുണ്ട്, കല പരിശീലിക്കുന്നുണ്ട് ഇപ്പോഴും. ഇതിൽ തന്നെ ഈ 25 വർഷ കാലയളവിനുള്ളിൽ ഒരുപാട് പ്രതിഭകളായ കുട്ടികൾ, അത് സിനിമാ മേഖലയിലും അതുപോലെ ടെലിവിഷൻ രംഗത്തും അതുപോലെ തന്നെ വലിയ ഷോസുകളിലുമൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള പ്രതിഭകളായ എല്ലാവർക്കും അറിയപ്പെടുന്ന തരത്തിലുള്ള ഒരു മെയിൻ സ്ട്രീം ലെവലിലേക്കൊക്കെ എത്തിപ്പെട്ട ഒരുപാട് പ്രതിഭകളെ നമുക്ക് ഈ സംഗീത അക്കാദമിയിലൂടെ വാർത്തെടുക്കാൻ കഴിഞ്ഞതിലുള്ളൊരു അഭിമാനവും ചാരിതാർത്ഥ്യവും ഈ സിൽവർ ജൂബിലി ഞങ്ങൾക്കുണ്ട്. അതിന് ഒരുപാട് അധ്യാപകർ, ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരും തന്നെ അക്കാദമിക്കലി ഈ കലകളുടെ ഈ സംഗീത കോളേജ് പോലുള്ള പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് ബിരുദമെടുത്ത അത്രയും പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ മുഴുവൻ കലകളുടെയും പരിശീലനം നടത്തിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ തന്നെ ആ നിലയിലേക്ക് അവരവരുടെ വിഷയങ്ങളിൽ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് എന്നതും ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനി ഈ 2025 നിൽക്കുമ്പോൾ ഏതാണ്ടൊരു 10-20 രജിസ്റ്റർ പ്രകാരം 25,000-ൽ പരം കുട്ടികളാണ് നമ്മുടെ രജിസ്റ്ററിലുള്ളത്. അത് പൂർണ്ണമായും കല അഭ്യസിച്ച് തീർത്ത കുട്ടികളുടെ എണ്ണമല്ല, എങ്കിലും ഒരു 15,000 കുട്ടികളോളം ദീർഘനാളിലൂടെ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഇവിടെ പഠിച്ചിറങ്ങിയതിൽ പ്രതിഭകളായി അറിയപ്പെടുന്ന പ്രതിഭകളുടെയൊക്കെ പേരുകൾ ഓരോന്നായി പറയുന്നില്ല, കാരണം ഒത്തിരി പേരുണ്ട്. ഇനി അറിയാതെ ആരുടെയെങ്കിലും പേര് വിട്ടുപോയാലോ എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഈ നമ്മുടെ കലാവിശേഷങ്ങൾ എന്ന് പറയുന്നത് നാളെയും മറ്റന്നാളും നടക്കുന്നത്. നാളെ രാവിലെ അതിൻ്റെ ഉദ്ഘാടന പരിപാടി നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ശ്രീ മുരുകൻ കാട്ടാക്കട സാർ ഔപചാരികമായി ഉദ്ഘാടനം നടത്തി. ഈ എല്ലാ കലകളിലുമുള്ള കുട്ടികളുടെ പെർഫോമൻസാണ്, എല്ലാ വിഷയങ്ങളിലും കലാവിഷയങ്ങളിലുള്ള കുട്ടികളുടെ പെർഫോമൻസാണ്, സകല കലോത്സവമാണ് നാളെ നടക്കുന്നത്. അത് രാത്രി വരെ പോകുന്ന പ്രോഗ്രാമാണ്. അതുപോലെ തൊട്ടടുത്ത ദിവസമായ 28, അതായത് ഞായറാഴ്ച, നമ്മുടെ ഈ ഇത്രയും കാലം പഠിച്ച അളവിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ ഇല്ലെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികളെ, പരമാവധി കിട്ടുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മളോടൊപ്പം ഇപ്പോഴും സഹകരിക്കുന്ന അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കലാസംഗമമാണ്. ആരഭീയം എന്നാണ് അതിൻ്റെ പേര്. അത് കഴിഞ്ഞ് സാംസ്കാരിക സമ്മേളനം ബഹുഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് ഒത്തിരി പ്രഗത്ഭരായ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായ ആൾക്കാർ പങ്കെടുക്കുന്ന ചടങ്ങാണ്. നമ്മുടെ പ്രശസ്ത സംഗീത സംവിധായകൻ ശരത്തേട്ടനാണ് വിശിഷ്ടാതിഥി. അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപേട്ടനാണ്. തുടർന്ന് നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡലം MLA IB സതീഷ്, അരുവിക്കര നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് G സ്റ്റീഫൻ, അതുപോലെ തന്നെ NK കിഷോർ, കുട്ടി അഖിൽ, പന്തളം ബാലൻ ചേട്ടൻ, നമ്മുടെ രക്ഷാധികാരിയായ ചന്തു നായർ സാർ, അശ്വതി രാഹുൽ എന്ന് പറയുന്ന സിനി ആർട്ടിസ്റ്റ്, ഇവരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പിന്നെ 3 പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. കാട്ടാക്കട പ്രേംകുമാർ പുരസ്കാരം, കാട്ടാക്കടയിൽ തന്നെ വളരെ സീനിയറായിട്ടുള്ള തബലവാദകൻ, വിശ്വവേദികളിൽ തബലകളുടെ മാന്ത്രിക വിരലുകൾ പതിപ്പിച്ച കാട്ടാക്കടയെ മൈക്കിളേട്ടനാണ് കാട്ടാക്കട പ്രേംകുമാർ പുരസ്കാരം കൊടുക്കുന്നത്. അതുപോലെ D ശാന്തകുമാരി പുരസ്കാരം ആമച്ചൽ കൗമുദി എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു പൂർവ്വ അധ്യാപകൻ, നമ്മളോടൊപ്പം ഇന്നില്ലാത്ത PS ദിലീപ് സാറിൻ്റെ പേരിലുള്ള ദീപാങ്കുരം പ്രതിഭ പുരസ്കാരം അശ്വതി രാഹുലിനാണ് നൽകുന്നത്.
അതുപോലെ തന്നെ ജില്ലയിലും സംസ്ഥാന തലത്തിലുമൊക്കെ പ്രൈസ് വാങ്ങിയ ഒത്തിരി കുട്ടികൾ, ആരഭിയിലെ കുട്ടികളെ നമ്മൾ പ്രതിഭാതനം എന്ന പരിപാടിയിലൂടെ ആദരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടൊരു മെഗാ മ്യൂസിക്കൽ നൈറ്റും ഒക്കെ ആയിട്ടാണ് 28-ാം തീയതി പരിപാടി അവസാനിക്കുന്നത്. തീർച്ചയായും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും അതുപോലെ പ്രബുദ്ധരായ കാട്ടാക്കടയിലെ കലാസ്വാദകരെയും ഈ ആരഭിയുടെ രജത ജൂബിലി ആഘോഷത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആരഭിയുടെ 25 വർഷങ്ങൾ ഈ 27-28 തീയതികളിൽ വിപുലമായി ഈ കാട്ടാക്കടയിൽ ആഘോഷിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കാട്ടാക്കടയ്ക്ക് വളരെ സമർത്ഥമായ ഒരു കലാപാരമ്പര്യമുണ്ട്, ഒരു സാഹിത്യ പാരമ്പര്യമുണ്ട്. അത് ശക്തമായി നിലനിർത്തുന്നതിന് കാട്ടാക്കട ചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ആരഭി. അപ്പോൾ അതിൻ്റെ ഈ 25 വർഷം, ഈ രജത ജൂബിലി എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമായി കാണുന്നില്ല കാട്ടാക്കടയിലെ സാംസ്കാരിക പ്രവർത്തകർ. ആ അർത്ഥത്തിൽ വളരെ ഉയർന്ന അളവിൽ ഉള്ള ഒരു സാംസ്കാരിക ഒത്തുകൂടലായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. തീർച്ചയായും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഈ ആരഭിയുടെ പ്രിൻസിപ്പൽ ആമച്ചൽ രവി സാറാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ പാട്ട് ചരിത്രത്തിൽ വേറിട്ട ഒരു ശബ്ദ പാരമ്പര്യം സൃഷ്ടിച്ച 2 കാട്ടാക്കടക്കാരാണ് ശ്രീ ആമച്ചൽ രവിയും ആമച്ചൽ സദാനന്ദനും. ആരഭിയുടെ ആ സ്ഥാപനകാലം മുതൽ ആരഭിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട മഹാരഥന്മാരാണ് അവർ രണ്ടുപേരും. അവരെ ഈ കാലത്ത് ഓർക്കുന്നു. കാട്ടാക്കടയ്ക്ക് ആമച്ചൽ കൃഷ്ണൻ എന്നൊരു ഏറ്റവും അടിയന്തരാവസ്ഥ കാലത്തിനും സ്വാതന്ത്ര്യ സമരകാലത്തുമെല്ലാം നാടിൻ്റെ പുരോഗതിയെയും അടിമത്തത്തിൽ നിന്നുള്ള ഉയർച്ചയെയും സൂചിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ ശബ്ദ സാന്നിധ്യമായിരുന്നു ശ്രീ ആമച്ചൽ കൃഷ്ണൻ. അതിനുശേഷമാണ് അവരുടെ പാരമ്പര്യത്തിൽ ആമച്ചൽ രവി, ആമച്ചൽ സദാനന്ദനും ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മുടെ മൈക്കിൾ ഇന്ത്യയുടെ തന്നെ പെർക്യൂഷൻ, അതായത് വാദ്യ സംഗീതത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു കലാകാരനായി കാട്ടാക്കടയിൽ നിന്ന് ഉയർന്നു വന്നു. അദ്ദേഹത്തെ ഈ വർഷം ആരഭി ആദരിക്കുന്നുണ്ട്. കാട്ടാക്കടയുടെ ഈ സമൃദ്ധമായ ഈ സാംസ്കാരിക ചരിത്രത്തെ നമ്മളിപ്പോഴും വളരെ ശക്തമായി കേരളത്തിൻ്റെ മുന്നിൽ പ്രതിഷ്ഠിക്കുന്നതാണ് കാട്ടാൽ പുസ്തകമേള. ആ മേളയുടെ എല്ലാം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന, ആ മേളയുടെ സംഘാടനത്തിലും അതിൻ്റെ സർഗാത്മക ഇടപെടലിലുമെല്ലാം പ്രധാന പങ്ക് വഹിക്കുന്ന കാട്ടാക്കടയിലെ ഏറ്റവും ബൃഹത്തായ ഒരു സംഗീത സ്ഥാപനമാണ് ആരഭി. ഈ ആരഭിയുടെ 25-ാം വാർഷികം അതുകൊണ്ട് തന്നെ കാട്ടാക്കടയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധ ഈ 27-28 ദിവസങ്ങളിൽ ആരഭി ഫെസ്റ്റിൽ ഉണ്ടാകണം എന്ന് ചെയർമാൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കും. എല്ലാവർക്കും നമസ്കാരം. ആരഭിയുടെ 25ാമത് വാർഷികാഘോഷ പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാവരും അതിൽ വളരെ എക്സൈറ്റഡ് ആണ്. ആദ്യ ദിവസം മക്കളുടെ പരിപാടികളാണ്. 27-ാം തീയതി രാവിലെ 9 മണി മുതൽ രാത്രി 10:30 മണിയോടുകൂടിയാണ്. 28-ാം തീയതി രാവിലെ 10 മണി മുതൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരിപാടിയാണ്. അതിനുശേഷം സാംസ്കാരിക സമ്മേളനം, തുടർന്ന് മ്യൂസിക്കൽ മെഗാ നൈറ്റുമാണ്. അപ്പോൾ ഈ പരിപാടിയിൽ എല്ലാ പേരും തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഡിസംബർ 27-28 തീയതികളിൽ നടക്കുന്ന ആരഭി ഫെസ്റ്റ് എന്ന പ്രോഗ്രാം വളരെ നല്ല നിലയിലേക്ക് നടത്തുന്നതിന് എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ കാട്ടാക്കടയിലെ ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും വളർത്തിയെടുക്കാൻ നല്ലൊരു പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണ് നമ്മുടെ ആരഭി. അപ്പം ഒട്ടനവധി കുട്ടികളെ നമുക്ക് നല്ല നിലയിലേക്ക് സ്റ്റേറ്റ് ലെവലിലൊക്കെ സമ്മാനം വാങ്ങാനുള്ള നിലയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ എല്ലാ ആശംസകളും അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ ആശംസകളും നേരുന്നു.